ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ കസിൻസ് വ്ലോഗ്. അപ്പം നമ്മൾ ഇന്നത്തെ ഇരുന്ന് വെച്ചിരുന്നൊരു ട്രാവലിംഗ് വ്ലോഗാണ്. ഇന്ന് നമ്മൾ പട്ടിശ്ശേരിക്കാണ് പോകുന്നത്. എന്തിനാണ് പോകുന്നത് വെച്ചാൽ നമുക്ക് അവിടെ മൗലൂദുണ്ട് കേട്ടോ, അപ്പം അതിന് വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളെ വീട്ടിൽ നിന്ന് സെൻറ്ററിക്ക് ഓട്ടോറിക്ഷയിൽ കയറി, പിന്നെ നമ്മൾ ബസ്സിൽ കയറി. ബസ് നല്ല തിരക്കായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ബസ് കാത്തിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ കുറേ ബസ് പോകും. അങ്ങനെ കുറേ പോയി. അങ്ങനെ നമുക്കൊരു ബസ് കിട്ടി. ബസ്സിൽ നല്ല തിരക്കായിരുന്നു, പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളങ്ങനെ നമ്മുടെ സ്റ്റാൻഡിലെത്തി ചെറുപ്പശ്ശേരി. അപ്പോൾ നമുക്ക് മപ്പാട്ടുകര ബസ്സിലാണ് കയറേണ്ടത് പട്ടിശ്ശേരിക്ക്. അപ്പോൾ അങ്ങനെ മപ്പാട്ടുകര ബസ് 12:40 എടുക്കുള്ളൂ. നമ്മളവിടെ 12:15 അപ്പോൾ അത്രയും നേരം നമ്മൾ വെറുതെ ഇരിക്കുമായിരുന്നു. പിന്നെ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൻ റിനോ വിളിച്ചപ്പോഴാണ് കണ്ടത്. പിന്നെ അവിടെ എത്തിയാൽ പിന്നെ എന്തോ ഒന്നുമില്ല. അവിടെ ഇവളെ കളിപ്പിക്കുകയാണ് ആകെ മെയിൻ പണി. ഇവൾ കണ്ടോ, ഇവളാകെ സീനാണ് ഗൈസ്. ഇവൾ കാണുന്ന പോലെയല്ല. ഇവൾക്ക് അടിപൊളി അനനപ്പാത്തിയ ഡാൻസും ഒക്കെ അറിയാം, പക്ഷെ ഒന്നും അങ്ങനെ പിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അവൾ അനനപ്പാത്തിയൊക്കെ കളിക്കുന്നത്. പിന്നെ ക്യാമറ ഓണാക്കി അവളെ കാണിച്ചാൽ പിന്നെ അവൾ നിറച്ചും തരും. അത് വേറൊരു സംഭവം. പിന്നെ ഈ സമയത്തൊക്കെ ദിയു പറഞ്ഞാൽ ഫസ്റ്റ് അവിടെ ചെന്നുണ്ടെന്നെ അവന് വിശന്നിട്ട് തലവേദനിക്കുന്നു, വയറ് വേദനിക്കുന്നു, ആകെ സീനായിരുന്നു. പിന്നെ അവൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തലവേദന മാറിട്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡ് കഴിക്കലും കഴിഞ്ഞാൽ ഫസ്റ്റ് കുറച്ച് സെക്കൻഡൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കലും കഴിഞ്ഞപ്പോഴത്തേനും കുറേ നേരം വൈകി ഗൈസ്. പിന്നെ ഇന്ന് ഫുഡ് ഉണ്ടായിരുന്നത് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനവിടെ ബോറടിച്ചാണ് ഉറങ്ങി ഗൈസ്. പിന്നെ ഇവർ നല്ല കളിയായിരുന്നു ഇത്രേ. കബഡിയും ഒളിച്ചു കളിയും പിന്നെ കസാരക്കളിയും ഒക്കെ കളിച്ചു. പക്ഷെ ഞാൻ ഉറങ്ങാമെന്ന് ഗൈസ്. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ബോറടിച്ച് ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ഇവർ കളിക്കുന്നത്. അതെ. പിന്നെ ഇവറ്റേക്കൊന്നും ഡ്രസ്സില്ലാണ്ടല്ല ഗൈസ്. ഇവരൊക്കെ ഡ്രസ്സല്ല, ഷർട്ടില്ലാണ്ടല്ല. ഇവരൊന്നും ഷർട്ട് ഇട്ടില്ല, ചൂടെടുത്തിട്ട്. പിന്നെ ഗൈസ് ഇത് ബൊമ്മ പ്രതിമ എത്ര ഞാൻ അത് കടന്നുറങ്ങാൻ വിചാരിച്ചു. എന്താ അഭിനയം ഓരോരുത്തരങ്ങളുടെ. ദിയുവിൻ്റെ ഒക്കെ ഒരു കടത്തു. ആ വയലറ്റ് ടീഷർട്ട് ഇട്ട് കണ്ടില്ലേ. പിന്നെ നമ്മളങ്ങനെ തിരിച്ചു പോരുകയാണ്. നല്ല തിരക്കാട്ടോ ബസ്സിൽ. ബസ് സ്റ്റാൻഡ് നല്ല തിരക്കായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒറ്റപ്പാലം ബസ് കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയിട്ടോ ഗൈസ്. ഫുൾ ആൾക്കാരായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് ചായ കുടിച്ചു. അപ്പം അത്രേ ഉള്ളൂ. ബായ്.